ഇന്ത്യൻ വ്യവസായ രംഗത്തെ ഏറ്റവും പ്രമുഖരായ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ബജാജ് ഗ്രൂപ്പ്. ഈ വലിയ ഗ്രൂപ്പിന് തുടക്കമിട്ടത് ജംനാലാൽ ബജാജ് എന്ന ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മുംബൈയിൽ ഈ സ്ഥാപനം ആരംഭിച്ചത്. അന്നു മുതൽ ബജാജ് ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു പ്രധാന ഭാഗമാണ്. തുടക്കത്തിൽ പഞ്ചസാര, തുണി വ്യവസായങ്ങളിലായിരുന്നു ബജാജ് ഗ്രൂപ്പ് ശ്രദ്ധിച്ചിരുന്നത്. പിന്നീട് അവർ പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നു. 1945-ൽ ബജാജ് ഇലക്ട്രിക്കൽസ് തുടങ്ങി. ഇത് വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായി വളർന്നു. അതിനുശേഷം 1948-ൽ അവർ സ്റ്റീൽ വ്യവസായത്തിലേക്കും കടന്നു. ബജാജിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു 1959-ൽ ബജാജ് ഓട്ടോ ആരംഭിച്ചത്. ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഒരു വാഹനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് ബജാജ് ഓട്ടോയാണ്. പ്രത്യേകിച്ച് 1972-ൽ പുറത്തിറങ്ങിയ ബജാജ് ചേതക് സ്കൂട്ടർ ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങളുടെ ഇഷ്ടവാഹനമായി മാറി. ഒരു സാധാരണക്കാരന് സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു വാഹനം എന്ന നിലയിൽ ചേതക് ഇന്ത്യൻ നിരത്തുകളിൽ നിറഞ്ഞുനിന്നു. പിന്നീട് മോട്ടോർ സൈക്കിളുകൾ ഇറക്കിയതോടെ ബജാജ് ഓട്ടോ ഇരുചക്രവാഹന വിപണിയിലെ ഒരു പ്രധാന ശക്തിയായി മാറി. 1990കൾക്ക് ശേഷം ബജാജ് ഗ്രൂപ്പ് സാമ്പത്തിക മേഖലയിലേക്കും കടന്നു. ബജാജ് ഫിനാൻസ് വഴി ലോണുകളും മറ്റു സാമ്പത്തിക സേവനങ്ങളും നൽകി. ബജാജ് അലയൻസ്, ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ജനറൽ ഇൻഷുറൻസ് എന്നിവയിലൂടെ ഇൻഷുറൻസ് രംഗത്തും ശക്തമായ സാന്നിധ്യമുറപ്പിച്ചു. ഇന്ന് ഓട്ടോമൊബൈൽ, ധനകാര്യം, ഇൻഷുറൻസ്, വീട്ടുപകരണങ്ങൾ, ലൈറ്റിംഗ്, സ്റ്റീൽ, ഊർജ്ജം തുടങ്ങി നിരവധി മേഖലകളിൽ ബജാജ് ഗ്രൂപ്പിന് കമ്പനികളുണ്ട്. ജംനാലാൽ ബജാജ് ആരംഭിച്ച ഈ വലിയ വ്യവസായ സാമ്രാജ്യം അദ്ദേഹത്തിന്റെ പിൻഗാമികളായ കമൽനയൻ ബജാജ്, രാംകൃഷ്ണ ബജാജ്, രാഹുൽ ബജാജ് എന്നിവരുടെ നേതൃത്വത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്കെത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ബജാജ് ഗ്രൂപ്പ് വലിയ പങ്ക് വഹിക്കുന്നു. വിശ്വാസ്യതയും ഗുണമേന്മയും ബജാജ് എന്ന പേരിനൊപ്പം എപ്പോഴും നിലനിൽക്കുന്നു.